പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 23. പ്രധാന വാർത്തകൾ. ഫലസ്തീനിലെ പ്രതികൂല സാഹചര്യങ്ങൾ ഒമാൻ ടൂറിസത്തെയും സാരമായി ബാധിച്ചുവെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലിം മുഹമ്മദ് അൽ മഹ്റൂഖി പറഞ്ഞു. ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന 50ാമത് UNWTO മിഡിൽ ഈസ്റ്റ് റീജിയണൽ കമ്മീഷൻ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം മേഖലയിൽ ഒമാൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും നിരവധി അവസരങ്ങളാണ് രാജ്യത്തുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറുന്ന കൺവെൻഷനിൽ ആഗോള വിദഗ്ധരുൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ധോഫാർ ഖരീഫിന് 1 മാസം പോലുമില്ലാതിരിക്കെ കടകളിൽ കരിക്ക് ക്ഷാമം രൂക്ഷം. സലാലയുടെ മുഖമുദ്രയാണ് നാളികേരം എന്നിരിക്കെയാണ് ഈ സ്ഥിതിവിശേഷം. ചില പ്രാണികളുടെ ആക്രമണമാണ് കടക്കാർ ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും അധികൃതർ ഇതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. പ്രാണികളുടെ ആക്രമണത്തിനൊപ്പം അമിത വിളവെടുപ്പും കരിക്ക് ദൗർലഭ്യത്തിന് പ്രധാന കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ദിനോസർ വണ്ടുകളുടെയും ചെല്ലികളുടെയും ആക്രമണങ്ങൾ തെങ്ങിന് നേരെ ഉണ്ടാകുന്നുണ്ട്. ഇതു കാരണം വളർച്ചയുടെ ആദ്യഘട്ടത്തിലോ വളർച്ചാഘട്ടത്തിലോ തന്നെ തെങ്ങോലകൾ നശിക്കുന്നു. എന്നാൽ വിപണിയിൽ കരിക്ക് കുറഞ്ഞതിന് കാരണം ഈ പ്രശ്നം കൊണ്ടല്ലെന്ന് ധോഫാറിലെ കാർഷിക കന്നുകാലി ഗവേഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് അൽ ഷൻഫാരി പറയുന്നു. കരിക്ക് വളർന്ന് തേങ്ങയാകാൻ അനുവദിച്ച് അതിനുശേഷം വിളവെടുക്കേണ്ടതിൻ്റെ ആവശ്യകത കർഷകരിൽ ബോധവൽക്കരിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ജോർദാൻ സന്ദർശനം ആരംഭിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായെത്തിയ സുൽത്താനും പ്രതിനിധി സംഘത്തിനും അമ്മാനിൽ ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. അബ്ദുള്ള 2ാമൻ രാജാവുമായി സുൽത്താൻ കൂടിക്കാഴ്ചയും നടത്തി. അമ്മാനിലെ ബാസ്മാൻ കൊട്ടാരത്തിൽ നടന്ന ചർച്ചയിൽ ഉഭയകക്ഷി ബന്ധങ്ങളും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ചർച്ച ചെയ്തു. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ വീക്ഷണങ്ങളും കൈമാറി. അറബ് സംയുക്ത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി. സുൽത്താന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിലും ഒപ്പുവെച്ചേക്കും. ഒമാൻ പ്രതിനിധി സംഘം ജോർദാനിലെ വിവിധ മന്ത്രിമാരുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ചയും നടത്തും. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം ഇൻക്യാസ് ഒമാൻ നാഷണൽ കമ്മിറ്റി ആചരിച്ചു. ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഭീകരവിരുദ്ധ ദിനം കൂടിയായാണ് ആചരിച്ചത്. ഇൻക്യാസ് നാഷണൽ പ്രസിഡന്റ് അനീഷ് കടവിൽ അധ്യക്ഷത വഹിച്ച യോഗം ഗുരുവായൂർ UDF ചെയർമാൻ ഷാനവാസ് തിരുവത്ര ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. GCCയിലെ മുൻനിര സംയോജിത ആരോഗ്യ പരിപാലന ദാതാവായ ആസ്റ്റർ DM ഹെൽത്ത് കെയർ FZCയുടെ ഭാഗമായ ആസ്റ്റർ റോയൽ അൽ റഫ ഹോസ്പിറ്റലിൽ ആസ്റ്റർ സ്ട്രോക്ക് യൂണിറ്റ്, ആസ്റ്റർ അർജന്റ് കെയർ 24/7 പ്രോഗ്രാം എന്നിവ ആരംഭിച്ചു. ഗുബ്രയിലുള്ള ആശുപത്രിയിലെ ഈ പുതിയ സൗകര്യങ്ങളോടെ മേഖല ആരോഗ്യ പരിപാലന സേവനം ഉയർത്താൻ ആസ്റ്ററിന് സാധിച്ചു. പ്രത്യേക സ്ട്രോക്ക് യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന മേഖലയിലെ ആദ്യ സ്വകാര്യ ആശുപത്രി ഇതോടെ ആസ്റ്റർ റോയൽ അൽ റഫ ഹോസ്പിറ്റൽ മാറി. ബുദ്ധപൂർണിമ പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അടിയന്തര സേവനങ്ങൾക്ക് 24 മണിക്കൂറും കമ്മ്യൂണിറ്റി വെൽഫെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തലസ്ഥാനത്തെ പ്രധാന പാതയിലെ പാലത്തിൽ കാറിന് തീപിടിച്ചു. ഖുറം ഏരിയയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു അപകടം. ഓടിക്കൊണ്ടിരിക്കെ കാറിന്റെ മുൻവശത്തു നിന്നും പുക ഉയരുകയും പിന്നീട് തീപിടിക്കുകയുമായിരുന്നു. മസ്കത്ത് യൂണിറ്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്തെ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. വിമാനം റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ യാത്രക്കാരുടെ അവകാശങ്ങൾ ഉണർത്തി ഒമാനിൽ ഏവിയേഷൻ വിഭാഗം. ഇത്തരം സാഹചര്യങ്ങൾ 2 ആഴ്ച മുമ്പെങ്കിലും യാത്രക്കാരെ അറിയിക്കുന്നതിന് വിമാന കമ്പനികൾ ബാധ്യസ്ഥരാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ ടിക്കറ്റിന്റെ പണം തിരികെ നൽകുകയോ മറ്റൊരു റൂട്ടിൽ ടിക്കറ്റ് മാറ്റി നൽകുകയോ താമസവും ഭക്ഷണവും ഉൾപ്പെടെ യാത്രക്കാർക്ക് ലഭ്യമാക്കുകയോ വേണമെന്നും സിവിൽ ഏവിയേഷൻ നിയമത്തിന്റെ ആർട്ടിക്കിൾ 4 വിശദീകരിക്കുന്നു. അതേസമയം അസാധാരണവും വിമാന കമ്പനികൾ
എയർലൈനുകളുടെ നിയന്ത്രണത്തിന് അതീതവുമായ സാഹചര്യമാണ് വിമാനം റദ്ദാക്കപ്പെടുന്നതിനും വൈകുന്നതിനും കാരണമെങ്കിൽ എയർലൈനുകളെ നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ലഗേജുകളുടെ നാശനഷ്ടം, കേടുപാടുകൾ, കാലതാമസം എന്നിവയിൽ യാത്രക്കാരന്റെ അവകാശങ്ങൾ മോൺട്രീൽ കൺവെൻഷൻ വ്യവസ്ഥകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നും കൂടാതെ അന്താരാഷ്ട്ര നാണയനിധിയുടെ പ്രത്യേക അവകാശങ്ങളും യാത്രക്കാരനുണ്ടെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി. ഇറാന്റെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം റഹീസിയുടെയും പ്രതിനിധി സംഘത്തിന്റെയും നിര്യാണത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ അനുശോചനം അറിയിച്ച് നിരവധി ഒമാൻ മന്ത്രിമാർ ഇറാനിലെത്തി. ഇറാൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുക്ബർ ഒമാൻ സംഘത്തെ സ്വീകരിച്ചു. ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ അബ്ദുള്ള നാസർ അൽ ഹറാസി, ഔക്കാഫ് മതകാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ മൊഅമരി, വിദേശകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഖലീഫ അൽ ഹർത്തി, ഇറാനിലെ ഒമാൻ അംബാസിഡർ ഇബ്രാഹിം അഹമ്മദ് അൽ മുഐനി എന്നിവരാണ് ഒമാൻ സംഘത്തിലുണ്ടായിരുന്നത്. ഇറാൻ സർക്കാരിനോടും ജനങ്ങളോടും ആത്മാർത്ഥമായ അനുശോചനവും സഹതാപവും മന്ത്രിമാർ അറിയിച്ചു. ഇൻകാസ് ഇബ്ര റീജിയണൽ കമ്മിറ്റി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അലി കോമത്ത്, ജനറൽ സെക്രട്ടറി സുനിൽ മാളിയേക്കൽ, സെക്രട്ടറിമാരായ ബിനോജ് സൈമൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി മേനത്ത്, ലിജോ ജിനോജ് എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഒമാൻ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. IOC കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ നിഷ്താർ അധ്യക്ഷനായ ചടങ്ങ് ട്രഷറർ ഷെജിൽ സ്വാഗതം പറഞ്ഞു. ജനറൽ സെക്രട്ടറി ഹരികുമാർ ഓച്ചിറ, മണി പേരാവൂർ, നാഷണൽ കമ്മിറ്റി അംഗം ജി കാസിം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് അനീഷ് ചെറുവാഞ്ചേരി, വൈസ് പ്രസിഡന്റ് ശ്യാം മോഹൻ, റിസാൻ മാസ്റ്റർ, മത്തായി മണ്ഡപത്തിൽ സുജിൽ എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ രാഹുൽ നന്ദി പറഞ്ഞു. ഇൻകാസ് സലാല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിനത്തിൽ വർഗീയ വിരുദ്ധ പ്രതിജ്ഞയും പുഷ്പാർച്ചനയും നടത്തി. പ്രസിഡന്റ് സന്തോഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ദേശീയ സമിതി അംഗം ദീപക് മോഹൻദാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരിപാടിയിൽ ശ്രീകുമാർ പാലാഴി സ്വാഗതവും സുരേഷ് കുമാർ പി നന്ദിയും പ്രകാശിപ്പിച്ചു. ധോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു. ധോഫാർ പോലീസ് കമാൻഡും കോസ്റ്റ് ഗാർഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് നിരോധിത സിഗരറ്റുകൾ കണ്ടുകെട്ടിയത്. സംഭവത്തിൽ അറബ് രാജ്യക്കാരായ 3 പേർ അറസ്റ്റിലായി. പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ച ബോട്ട് കണ്ടുകെട്ടി. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. വിൽപ്പന വസ്തുക്കൾ കടകൾക്ക് പുറത്ത് പ്രദർശിപ്പിച്ചാൽ കർശന നടപടിയെന്ന് മസ്കത്ത് നഗരസഭ. ഇത്തരം തെറ്റായ പ്രവൃത്തികളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാം. നഗരസൗന്ദര്യത്തെ ബാധിക്കുന്നതും നടവഴികളിൽ തടസ്സമാകുന്നതുമുൾപ്പെടെയുള്ള പ്രവണതയാണിത്. എല്ലാവരും നിയമം പാലിക്കണമെന്നും നഗരസഭ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.